നമസ്കാരം, എന്റെ പേര് രാഹുൽ എന്നാണ്. ഞാൻ ടീം ജസ്റ്റിസ് സ്കൂളിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പൊ ഞങ്ങള് ഹരിപ്പാട് ടു ട്രിവാൻഡ്രം പോകുന്ന ഭാഗത്ത് ഓച്ചിറ ഭാഗത്ത് വെച്ച് ഒരു ഭിക്ഷ എടുക്കുന്നത് കണ്ടു. നമ്മൾ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് നിർത്തിയതാണ്. അപ്പോഴാണ് നമ്മൾ ഒല വണ്ടി കെട്ടി തൂക്കിയിട്ടേക്കുന്നത് കണ്ടു. അപ്പൊ കാര്യം സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആ ബ്രോയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. പേര് വിഷ്ണു എന്നാണ്. ഇത് കെട്ടിത്തൂക്കാനിട്ടല്ല, ഞാനൊരു ജോലിക്ക് വേണ്ടി മേടിച്ച വണ്ടിയാണ്. സ്വിഗ്ഗി സൊമാറ്റോ വർക്ക് ചെയ്യുന്നതാണ്. അതിനു വേണ്ടി മേടിച്ച വണ്ടിയാണ്. ഇവിടെ തട്ടാരമ്പലത്തുള്ള ഓലയുടെ സർവീസ് സെന്ററിൽ നിന്ന് മേടിച്ച. അതായത് ഇത് ഫെബ്രുവരി 1-ാം തീയതി മേടിച്ച വണ്ടി നവംബർ മാസം ആവുന്നു ഇപ്പം കംപ്ലൈന്റ് വരുന്നു. കംപ്ലൈന്റ് വന്നിട്ട് 55 ദിവസത്തോളം, നിസ്സാരമായ ഒരു പ്രശ്നത്തിന് വേണ്ടി 55 ദിവസത്തോളം അവിടെ കിടന്നു. അങ്ങനെ നമുക്ക് കൃത്യമായിട്ടൊരു സർവീസ് അല്ല അവര് തന്നത്. അങ്ങനെ കൃത്യമായിട്ട് സർവീസ് തരാത്തതുകൊണ്ട് വീണ്ടും വണ്ടി കംപ്ലൈന്റ് ആയി. അങ്ങനെ പല തവണയായിട്ട് എനിക്ക് സർവീസ് സെന്ററുകളിൽ പോകേണ്ടി വന്നു. അന്നേരം ഒന്നും വണ്ടി 15 ദിവസം 20 ദിവസമൊക്കെ അവിടെ കിടന്ന് കൃത്യമായിട്ട് വീണ്ടും കറക്റ്റ് ആകാത്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ രീതിക്ക് കെട്ടിയിടേണ്ടി വന്നത്. ഇതിന് മുമ്പ് എനിക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 10 കിലോമീറ്റർ ഇവിടുന്ന് തെള്ളിക്കൊണ്ടുപോയി പ്രതിഷേധിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവര് നമുക്ക് ഇത്രയും ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആക്കി തരുന്നില്ല. ഇത് എന്റെ മാത്രം അവസ്ഥയല്ല, ഒല എടുക്കുന്ന എല്ലാവരുടെയും അവസ്ഥയാണ് ഇങ്ങനെ. ഒലയെ കുറിച്ച് ഒത്തിരി കംപ്ലൈന്റ്സ് ഒക്കെ കിട്ടുന്നില്ല. പിന്നെ എന്തിനാണ് ഒല എടുത്തത്? വേറെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഇല്ലേ? ശരിക്കും ഞാൻ ഇത് എടുക്കണമെന്ന് വിചാരിച്ചതല്ല, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. ഒരു ഫോട്ടോ നമ്മുടെ ഒരു കൂട്ടുകാരന് ശരിക്കും ഒരു വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട്, അന്നേരം ഒലയിലായിരുന്നു പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത്. അന്നേരം ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചപ്പം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഓടിച്ചു നോക്കിയപ്പോൾ വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ട്. അന്നേരം ഞാൻ പലരോടും ചോദിച്ചു വണ്ടി എങ്ങനെയാന്ന്. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അന്നേരം ഈ സെയിം വണ്ടി ഉണ്ട്. അന്നേരം അവർക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി. വീഡിയോസ് കാണുന്നതല്ലേ ഈ ഒരേ പ്രശ്നമുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ലേ. അപ്പൊ ബ്രോ ഇതിനകത്തോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണ്ടായിരുന്നു ചെയ്യാൻ. അത് തീർച്ചയായിട്ടും ഞാൻ അന്വേഷിച്ച്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ശരിക്കും ഈ വണ്ടി എടുക്കണമെന്ന ഉദ്ദേശത്തോടല്ല ഞാൻ എടുത്തത്. ആദ്യത്തെ സമയത്ത്, ആദ്യത്തെ ജെൻ 1 ഇറങ്ങിയ സമയത്ത് ഒത്തിരി കംപ്ലൈന്റ് ആകുന്ന ഇതൊക്കെ കണ്ടിട്ടുണ്ട്. വണ്ടി കംപ്ലൈന്റ് ആകുന്ന, വണ്ടി കത്തിപ്പോകുന്ന, അങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ജെൻ 2 മോഡലാണ്, 2ാമത് കമ്പനി ഇറക്കിയതാണ്. അന്നേരം നമ്മൾ വിചാരിക്കും വണ്ടി കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയി അങ്ങനത്തെ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടാണ് ഇറക്കിയത്. അങ്ങനെ ഞാൻ പലരോടും ചോദിച്ചു, നേരിട്ട് അറിയാവുന്ന പലരോട് ചോദിച്ചപ്പോൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല ആ സമയത്ത് ഞാൻ കുറച്ച് യൂട്യൂബിലും അതുപോലെയൊക്കെ നോക്കിയായിരുന്നു. അന്നേരം ഈ വണ്ടീനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. അതിനും കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ സർവീസ് ഭയങ്കരമായിട്ട് മോശമായത്. ഒരു സമയത്ത് ഇതിന്റെ സർവീസ് ഇച്ചിരി ഓക്കെ ആയിരുന്നു. മേടിച്ച സമയത്തൊക്കെ സർവീസ് അത്യാവശ്യം നല്ലതായിരുന്നു. ഓക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ തൊട്ടാണ് ഈ സർവീസ് മോശമായി തുടങ്ങിയത്. അവര് വിളിച്ചിട്ട് എടുക്കാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴായിരുന്നു. അവര് ഓണമൊക്കെ കഴിഞ്ഞതിനോട് അനുബന്ധിച്ചാണ് പല റിപ്പീറ്റഡ് കംപ്ലൈന്റ് ഇതിനെപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. ജെൻ 2 മോഡലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ബ്രോ എത്തിക്കുന്ന ജെൻ 2 മോഡലാണല്ലേ? ബില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പലപ്പോഴായിട്ട് കംപ്ലൈന്റ് ചെയ്തപ്പോഴത്തേക്ക് ഇത് ഞാൻ അവർക്ക് പലപ്പോഴായിട്ട് ചെയ്ത മെയിലുകളാണ് ഇതെല്ലാം. അവര് സോഷ്യൽ മീഡിയ വഴി ഞാൻ കോണ്ടാക്ട് ചെയ്ത് ഇതിന്റെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ പറയുന്നതിന്റെ ഡീറ്റെയിൽസ് ആണിത്. മെയിലും ഉണ്ടായിട്ട്. ഓക്കെ, ഇതാണ് വിഷ്ണു ബ്രോ. അവർക്കാണെങ്കിൽ ഇൻസ്റ്റയിലും മെയിലും ഒക്കെ അയച്ചേക്കുന്ന ലിസ്റ്റാണ്. അവര് റിപ്ലൈ വല്ലതും അങ്ങനെ വല്ലതും തന്നിട്ടുണ്ടോ? റിപ്ലൈ പെട്ടെന്ന് പരിഹരിച്ചു തരാമെന്ന് റിപ്ലൈ വരുന്നുണ്ട്. പക്ഷെ ഇവര് പരിഹരിച്ചു തരത്തില്ല. ശരിക്കും അവർ പെട്ടെന്ന് പരിഹരിച്ചു തരാമെന്ന് പറയുന്നത് 55ഉം 1 മാസവും 2 മാസവും 3 മാസവും 1 വർഷം തന്നെ കിടക്കുന്നവരുണ്ട്. ഇതാണ് ബില്ല. ഇതാണ് മേടിച്ച എമൗണ്ട് അല്ലേ? ഓക്കെ, ഇതാണ് തട്ടാരമ്പലം സെന്ററിൽ നിന്ന് മേടിച്ചതാണ്. അവരുടെ പോലെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ആണ്. ഇതിനകത്ത് എമൗണ്ട് പറഞ്ഞേക്കുന്നത് 1,60,60,000 രൂപയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് ഒരു ഉപകാരവും ഇല്ലാതാണ് ഇപ്പൊ ബ്രോ നിൽക്കുന്നത്. അപ്പം കൊലക്കാർ ഇതിനെ കുറിച്ച് ഇതുവരെയായിട്ട് മറുപടി കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. ഡിലേ എടുക്കുന്ന 50 ദിവസം 60 ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. ചോദിച്ചുകൂടാ? നമ്മളെ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കോണ്ടാക്ട് ചെയ്തപ്പോ പറഞ്ഞത് നമ്മൾ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ നിരവധി തവണ ഞാൻ വണ്ടി കൊണ്ടുപോയി. എന്നിട്ട് 20 ദിവസം 50 ദിവസം അങ്ങനെ പല തവണയായിട്ട് കിടന്നു. എന്നിട്ടൊന്നും ഇവര് കൃത്യമായിട്ടുള്ള ഒരു സർവീസ് അല്ല ഇവര് തരുന്നത്. ഇപ്പൊ ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഇവര് പരിഹരിച്ചു തരും. കുറച്ച് ദിവസം വണ്ടി ഓടും. 38,000 കിലോമീറ്റർ ഈ വണ്ടി ആയിട്ടുണ്ട്. 40,000 കിലോമീറ്റർ ഇതിന്റെ വണ്ടിയുടെ വാറന്റി കഴിയും. അതായത് എനിക്ക് സ്വിഗ്ഗി സൊമാറ്റോ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു 2,000 കിലോമീറ്റർ കവർ ആവും. വാറന്റി പീരീഡ് കഴിയും. അന്നേരം വീണ്ടും ഈ പാർട്സിന് ഞാൻ 15,000 രൂപ കൊടുക്കേണ്ടി വരും. ഈ പാർട്സിന്റെ വില മാത്രം 15,000 രൂപയാണ്.
അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവരിങ്ങനെ നിസ്സാരമായിട്ട് പരിഹരിച്ചു വിടുന്നത്. അപ്പൊ ഇതിന് ഇൻഷുറൻസ് കവറേജ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. വാറന്റി പീരീഡ് ഇത്ര വർഷത്തേക്ക് വാറന്റി പീരീഡ് കാണത്തില്ല നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ. അപ്പൊ ഇപ്പൊ വാറന്റി പീരീഡിലുള്ള വണ്ടിയല്ലേ? അണ്ടർ വാറന്റി അല്ലേ? അണ്ടർ വാറന്റി അല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊന്നും അവരോട് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവര് ശരിയാക്കി തരാന്ന് പറയുന്നത്. പക്ഷെ റിപ്പീറ്റഡ് കംപ്ലൈന്റ് വരുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് പരിഹരിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, 38,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 40,000 കിലോമീറ്റർ വണ്ടിയുടെ വാറന്റി കഴിയും. ഇവരിപ്പോ നിസ്സാരമായിട്ട് പരിഹരിച്ചു വിടും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കംപ്ലൈന്റ് വരും. എന്നിട്ട് ഇവർക്ക് അതിന്റെ പേര് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ പൈസ മേടിക്കാനാണ്. 15,000 രൂപയാണ് അതിന്റെ പാർട്സിന്റെ മാത്രം വില. അതിന് ക്വാളിറ്റി പോലും ഇല്ല ആ ഒരു പാർട്സിന്. BMS എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആകുമ്പോൾ നമുക്ക് അവിടെ തന്നെ ചെയ്യാനും പറ്റത്തുള്ളൂ. അവിടെ ചെയ്യാനും പറ്റത്തില്ല. സോഫ്റ്റ്വെയർ സൈഡെല്ലാം ചെയ്യുന്നത് അവിടെ തന്നെ. അപ്പൊ ഇതെങ്ങനെയാണ് ഇപ്പൊ എന്താണ് ശരിക്കും ഇതിന്റെ ഇഷ്യൂ? സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ അതോ ഇത് ഒരു പാർട്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാർട്സ് മാറ്റിയപ്പോ സംഭവിച്ചിരിക്കുന്ന ഇഷ്യൂ ആണ്. അത് സോഫ്റ്റ്വെയറിൽ സൈഡിലും ഉണ്ടെന്നാണ്. ഇത് ഓരോ പാർട്സ് മാറ്റുമ്പോൾ അവർ സോഫ്റ്റ്വെയർ ചെയ്യും. അന്നേരം അതിലും ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ പാർട്സ് മാറ്റിയത് തന്നെ ഇതിന്റെ 2 ടൈപ്പ് BMS ഉണ്ട്. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്രെയിനാണെങ്കിൽ എല്ലാവർക്കും സംശയം, ഈ ക്രെയിനാണെങ്കിൽ ബ്രോയുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്താണ് മേടിച്ചേക്കുന്നതെന്നാണ് സംശയം. അപ്പൊ ഈ ക്രെയിൻ എങ്ങനെയാണ്? ഫ്രീ ആയിട്ടാണോ അതോ? ശരിക്കും അങ്ങനെയല്ല. ഇത് ഇവിടെ തന്നെ കിടക്കുന്നതാണ്. ഓച്ചിറ ഈ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ തന്നെ കിടക്കുന്ന ട്രെയിനാണ്. നേരെ എന്റെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് ഇത് മറ്റുള്ളവരിലേക്ക് കൂടുതലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പുള്ളി അങ്ങനെ ചെയ്തതാണ്. എനിക്കൊരു ഹെൽപ്പ് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ എങ്ങനെയാണ്? കേസ് കൊടുത്തോ അതോ എങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്? കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാലതാമസം എടുക്കും. അതുവരെ എനിക്ക് വർക്കിന് പോകാൻ പറ്റത്തില്ല. എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ബ്രോ ഇവിടെ ഇരുന്ന് പിച്ച് എന്തുവാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആരൊക്കെ അങ്ങനെ ആരെങ്കിലും ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ബ്രോ ഇപ്പൊ എങ്ങനെ വാടകയ്ക്കാണോ? വാടകയ്ക്കതാണ്. അപ്പൊ വാടക ചെലവൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ബ്രോയ്ക്ക് ഈ സ്വിഗ്ഗിയിൽ ഓടിയിട്ടല്ലേ നടക്കത്തുള്ളൂ? അതിനുവേണ്ടി മേടിച്ച വണ്ടി ആ സിറ്റി ഓടാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഞാൻ അതിന്റെ പേരിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് ഇരിക്കേണ്ടി വന്നു. അത് ആ കമ്പനി എന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ചു. എങ്ങനെയാണ്? കമ്പനിക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്യുമായിരുന്നു അതോ തട്ടാരമ്പലം ഓഫീസിലേക്ക് മെയിൽ ചെയ്യുമായിരുന്നു? എങ്ങനെയായിരുന്നു? ഞാൻ ഒലയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള കമ്പനി ഡയറക്റ്റ് ആയിട്ട് നടത്തുന്നതാണ്. വേറെ ഫ്രാഞ്ചൈസി ഒന്നുമല്ല ഈ തട്ടാരമ്പലത്തെ. ഞാൻ അവിടെ നേരിട്ട് പോയിട്ടുണ്ട്. അതുകൂടാതെ കമ്പനിക്ക് നേരിട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്, നേരിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഇതിനൊരു പരിഹാരമായിട്ടില്ല. അപ്പം ഇതുവരെയായിട്ട് ഒന്നും പരിഹാരം ഇതുവരെയായിട്ട് ഇപ്പം ബ്രോ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കേസിന് വല്ലതും വിധിയോ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇപ്പം ലാസ്റ്റ് സ്റ്റേജിൽ എവിഡൻസ് സബ്മിറ്റ് ചെയ്യണം. ആ ഒരു ഇതിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെട്ടത് നമ്മളൊരു ലാപ്ടോപ്പ് കൊണ്ടുവരണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അന്നേരം ലാപ്ടോപ്പ് ഇല്ല. ലാപ്ടോപ്പ് എന്തിനാണ് കൊണ്ടുവരുന്നത്? വീഡിയോ ഉണ്ട്. വീഡിയോ എന്താണ് ഇപ്പൊ ആവശ്യപ്പെടുന്നത്? എന്താണ് ബ്രോയോട് അവരോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഈ വണ്ടി തിരിച്ചവരെടുക്കണം. തിരിച്ചെടുത്തിട്ട് ഇതിന് മുടക്കിയ മുഴുവൻ തുകയും തിരിച്ചു തരണം. അതുകൂടാതെ ഇത്രയധികം ഞാൻ അനുഭവിച്ചു. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇത്രയും ഇവിടെ ഫിഷ് എടുത്തിരിക്കുകയാണ്. അന്നേരം എനിക്ക് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടണം. അതാണ് എന്റെ ആവശ്യം. ബ്രോ എല്ലാ സപ്പോർട്ടും ഉണ്ടോ? എല്ലാം നല്ലതായിട്ട് നടക്കട്ടെ. ഇപ്പൊ ബ്രോ നിൽക്കുന്നത് കായംകുളം ടു കരുനാഗപ്പള്ളി പോകുന്ന ഭാഗത്ത് ഓച്ചിറയിലാണ്. അപ്പൊ പറ്റുന്ന പോലെ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വന്ന് കാണാൻ പറ്റുന്നവർ കണ്ട് വീഡിയോ എടുത്ത് പുള്ളി ബ്രോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതാണ് നമുക്ക് പറയാൻ പറ്റും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളാണ്. മാക്സിമം ഒലയിൽ എത്തുന്നത് വരെ നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു. സ്വപ്നം കണ്ടു ഞാൻ ഓലയുടെ വണ്ടി വാങ്ങി, ഫ്യൂച്ചർ ടെക് ആണെന്ന് കരുതി പണം മുഴുവൻ മുടക്കി.